ഷാനൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുറച്ച് വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. വെണ്ടയ്ക്ക നമ്മൾ ഇതുകൊണ്ടൊരു സാമ്പാറാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സാമ്പാർ വെക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് ഇത് വെക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓണം സ്പെഷ്യൽ സാമ്പാറാണ് നമ്മളുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്ക് പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 150 ഗ്രാം തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതായത് സാമ്പാർ പരിപ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കതിൽ കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 5 പച്ചമുളക് ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം കായ നമ്മൾ കട്ടക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരയില്ല, കുറച്ചേ ഉള്ളൂ. നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പരിപ്പ് അടുക്കി പിടിക്കരുത്, ആ ലെവലിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എത്ര വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 3 വിസിലടിച്ച് ഇറക്കണം. 3 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ലേശം കായ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വറുത്തെടുക്കാനാണ്. നമുക്ക് കുറച്ച് ഉരുവ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. എനിക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ മതി നമ്മൾ വറുത്തരയ്ക്കാനായിട്ട്. സാമ്പാർ വയ്ക്കുമ്പം കുറേ തേങ്ങ ഒന്നും എടുക്കണ്ട, കുറച്ച് മതി. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ സാമ്പാർ വയ്ക്കുമ്പം ഇങ്ങനെ ഒരു കഷ്ണമൊക്കെ നമുക്ക് മതിയാവും. അല്ലെങ്കിൽ 2 സൈസോ 3 സൈസോ, അല്ലാണ്ട് ഒരുപാട് നമ്മൾ അവിയൽ വയ്ക്കുന്ന മാതിരി ഒരുപാട് കഷ്ണമൊന്നും ഇട്ട് സാമ്പാർ വയ്ക്കരുത്. കുറച്ച് ആവശ്യത്തിനുള്ള കഷ്ണം ഇടാം. ഓണത്തിനൊക്കെ ആകുമ്പോൾ നമ്മൾ വെണ്ടക്കായ മാത്രം മതി നമുക്ക് സാമ്പാർ വയ്ക്കാൻ. അല്ലെങ്കിൽ മത്തങ്ങ സാമ്പാർ, അങ്ങനെ എന്തെങ്കിലും ഒരു കഷ്ണം കൊണ്ട് നമ്മൾ സാമ്പാർ വയ്ക്കുക. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ വറുത്തരയ്ക്കാണ്ടൊക്കെ സാമ്പാർ വയ്ക്കുകയാണെങ്കിൽ കുറേ കഷ്ണമൊക്കെ ഇട്ടൊന്ന് അടിച്ചെടുത്താൽ നല്ല രുചിയായിട്ടുള്ള സാമ്പാർ കിട്ടും. നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ കടയിൽ നിന്ന് പൊടിയൊന്നും മേടിക്കാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കി നമ്മൾ സാമ്പാർ വയ്ക്കുന്നതാണ് നമ്മളെ ശരീരത്തിന് ഏറ്റവും നല്ല അത് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പൊടികൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഇട്ടാൽ മതി. ഇതൊരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ടേബിൾ സ്പൂണാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചോറിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്തിരി എരിവ് കൂട്ടി എടുക്കുക. അല്ല നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്തിരി എരിവ് കുറച്ചെടുക്കുക. നമുക്കിനി വേറൊരു പാത്രത്തിൽ മാറ്റിയിട്ട് നമുക്കിനി ചൂടാറിയിട്ട് അരച്ചെടുക്കാം. നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇത് ഞാൻ തണുത്ത വെള്ളത്തിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. നമ്മൾ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. 3 വിസിലാണ് നമ്മൾ അടിച്ചേക്കുന്നത്. നമ്മൾ പുളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച് കൊണ്ടുവന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച് കൊണ്ടുവന്നൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇതേ ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ വെണ്ടക്കായ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കൊരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ വെണ്ടക്കായ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം.
നമ്മുടെ വെണ്ടക്കായ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് വേവിക്കൊന്നും വേണ്ട. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിന് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ വഴറ്റിയിട്ട് വേണം നമ്മൾ വെണ്ടക്കായ സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റിയ സാമ്പാറാണ് കേട്ടോ. ഇത് നമുക്ക് തോന്നും ഒരുപാട് നേരത്തെ പണികളുണ്ടെന്നൊക്കെ. പക്ഷെ നമ്മൾ ഒരുപാട് നേരം ഇത്തിരി നേരം കൂടുതൽ നമ്മൾ എടുത്താലും നമുക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള സാമ്പാർ കഴിക്കാമല്ലോ. നമ്മുടെ സാമ്പാറിന് നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പ് ലേശം കുറവാണ്. നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്ര ഉപ്പ് വേണം. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. എല്ലാവരും ഓണത്തിന് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ. അടിപൊളി സാമ്പാറാണ്. നമുക്കിനി താളിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് മണി ഉലുവ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം താളിച്ചത്. താളിച്ച് കൊടുത്തിട്ടുണ്ട്. ഓണം സ്പെഷ്യൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മളെ ഓണം സ്പെഷ്യൽ വെണ്ടയ്ക്ക സാമ്പാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.